college day in my life vlog. ഫൈനലി നമ്മളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. വീഡിയോ എടുക്കാൻ പോവാണ് നമ്മളെ ഫ്രണ്ട്സ്. ഈ വലിയ വിജയ കുടുംബത്തിലെ ഒരു പുതിയ അംഗം. വെൽക്കം ടു മൈ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്തോളി. അപ്പോൾ ആസ് യൂഷ്വൽ ഞാനും റിഫിയും കൂടിയാണ് ഇന്ന് കോളേജിലേക്ക് പോണത്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാകും കൂടെയാണ് പോക്ക്, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണ് പോക്ക്. എനിക്കെന്താ പറയാനുള്ളത്, എല്ലാ വീഡിയോയിലും ഉണ്ടാവും ഉണ്ടാതിരിക്കണേ. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അങ്ങനെ വളവള സംസാരിച്ചിട്ട് ഓള് സംസാരിക്കാൻ അയക്കാത്തതാണെന്ന്. അങ്ങനെയല്ല, ഓള് സംസാരിക്കൂല. ഓളിങ്ങനെ എല്ലാത്തിനും അങ്ങനത്തെ കൈൻഡ് ഓഫ് പേഴ്സണാണ്. അപ്പം നമ്മൾ കൂടുതൽ ശല്യപ്പെടുത്തുന്നില്ല. അതാണ് ഞാൻ ഓളെ എപ്പോഴും ഓളെ കൈ, തല, കാല് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. ജനിച്ചത് തന്നെ ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് പറഞ്ഞു നിർത്തിയത് ഡേ ഇൻ മൈ ലൈഫ്. നമ്മളെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. ഗൈസ് കീപ് വാച്ചിങ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂഷ്വലി നടക്കുന്നിടത്തല്ല ഇപ്പോൾ ക്ലാസ് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ് ഉണ്ടായിരുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തിയപ്പോൾ ഫറാന അവിടെ ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങളോട് പറയണത്, ഞാൻ വലിയ നൊസ്റ്റാൾജിയയിൽ ആദ്യം നമ്മൾ ഇരുന്നിരുന്നത് ആ ക്ലാസ്സിലായിരുന്നു. അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പറയണേ ഞങ്ങളോട് നിങ്ങളെ സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സിൽ തന്നെ പോയിരിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ കയറിയ പോലെ തന്നെ തിരിച്ചിറങ്ങി നമ്മൾ പഴയ ക്ലാസ്സിൽ പോവാണ്. ഞങ്ങളെ ക്ലാസ്സിലെ R8-ൻ്റെ മെയിനാണ് പോണത്. കലാകാരനാണെന്ന് സ്വന്തമായിട്ട് പുകഴ്ത്തുന്ന ഒരാളാണ്. കണ്ട എടാ മുഖമൊന്ന് കാണണ്ട എൻ്റെ. എനിക്കെന്തേലും പറയണ്ട. ഓൺലിയോ അങ്ങനെ നമ്മൾ എവിടുന്നോ ഒരു ന്യൂസ് കേട്ട് ബ്രേക്കിന് നമ്മളെ പുറത്തു വിടൂലെന്ന്. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് 2 ചിപ്സൊക്കെ മേടിച്ച്. അപ്പം ഉണ്ടായിരുന്നു സിത്തും നിഷയും അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒരു പുട്ടൊക്കെയാണ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോട് പോക്കൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ ക്ലാസ്സിൽ പോയി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവറാണ്. ഫസ്റ്റ് അവർ കഴിഞ്ഞിട്ട് കാണാം. നമ്മളെ ഫസ്റ്റ് അവർ തീർന്നു. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി സെക്കൻഡ് അവറായി. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്കാണ്. നമ്മൾ പുറത്ത് വിടുമെന്നൊന്നും അറിയില്ല, പക്ഷെ എന്തായാലും ഇവരുടെ കേട്ട് കാണാം. വിശന്നപ്പോൾ ഞങ്ങൾ മേടിച്ച പൂള ചിപ്സ് പൊട്ടിച്ചു. ഫറാനത് ഇവിടെ പൊട്ടിക്കണം. സിദ്ധു മേടിച്ചിട്ടില്ല. സോ വി ക്യാൻ ഷെയർ. യു ഡോണ്ട് വറി, ഐ വിൽ ഗിവ് യു. ഐ വിൽ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ഞങ്ങളെ ബ്രേക്കിന് പുറത്തേക്ക് വിട്ടു. പിന്നെ ചിപ്സ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ജുനൈദിനോട് ചോദിച്ചു ചായ മേടിച്ച് തരുമോയെന്ന്. അപ്പോൾ ഓന് ചായ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി. സിത്തും പറയില്ല, ഞാനും ജുനൈദും പിന്നെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ മറന്നുപോയി ഗൈസ്. 2-3 ദിവസം മുന്നെടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് ചായയും കട്ട്ലേറ്റും കഴിച്ചു. അവിടുത്തെ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. നേരെ ക്ലാസ്സിക്ക് വന്ന് നമുക്കൊരു അവറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്ന് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഫറാനെ കാണുമ്പോൾ അവളെ മുഖം വലിയ ഉഷാറൊന്നുണ്ടാവില്ല. അവൾക്ക് വെയ്യായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഇരിക്കണത്. ഫൈനലി നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ക്ലാസ്. We are free now. മൂന്നര ആവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നിട്ടാണ് അത് വീട്ടിൽ പോവാൻ.
ഫുഡ് പോവല്ലോ, ഫുഡ് കഴിക്കാൻ പോവാണ്. ഗാന ഗാന ഫറാനിന്റെ മുഖം നോക്കണി. ഫറാന ഈസ് വെരി വീക്ക് ടുഡേ. ബൾബ് ഞാൻ പിന്നെ അതിൽ മെയിനായിട്ട് വെള്ളക്കാരുണ്ട്. ഒരു സൂപ്പ് തരി കിട്ടിയാണ്. ആരാണ് പിന്നെ മറ്റേ മൈക്കിൾ രാജു എന്തോ രാജു ഇല്ല, മൈക്കി രാജു. നിങ്ങള് തൊള്ളയില്ലാന്ന് പറഞ്ഞ റൈഫ ചെലക്കാണ് കിടന്നിട്ട്, വെറും ചെല. അത് കുറച്ചും കൂടി കോൺഫിഡൻഷ്യൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കൈസ് നമ്മള് വീഡിയോ എടുക്കാൻ പോവാണ്. എൻ്റെ വീഡിയോഗ്രാഫറാണ്, എൻ്റെ പേഴ്സണൽ വീഡിയോഗ്രാഫറാണ് ഫിദ. നമ്മള് അതവിടെ എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. അയച്ചിന്റെ എല്ലാ വീഡിയോ ഇതല്ല എഡിറ്റ് ചെയ്യണേ. എഡിറ്റ് ചെയ്യും, പക്ഷെ എനിക്ക് പേയ്മെന്റ് ഉണ്ട്. സ്പോട്ടിഫൈ പ്രീമിയം എടുത്ത് തന്നാൽ മതി. എപ്പോ ആണെങ്കിലും എഡിറ്റ് ചെയ്ത് ബാക്കി നമ്മൾ അവിടെ തിരി കാണാം. പറയാം ഗൈസ്. പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞാണ്ട് നേരെ വന്നത് ഈ ഷോപ്പിലേക്കാണ്. ഫ്രാൻസിസ്കോ വളാഞ്ചേരിയിൽ ഉള്ളൊരു ഷോപ്പാണ്. നമ്മളെ സ്മാർട്ട് ബസാറിൻ്റെ, കോഴിക്കോട് റോഡിൽ സ്മാർട്ട് ബസാറിൻ്റെ അവിടെയുള്ള നമുക്കൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാണ്ട് ഇന്ന് അവിടെ പോയിട്ട് ഒരു പുതിയ ഷോപ്പ് ഇട്ടതാണ്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെ നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. സോ അത് കാണാത്തവർ കാണുക, എന്നിട്ട് പോയി വിസിറ്റ് ചെയ്യുക, ഫുഡ് കഴിക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ആക്കിയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ അനിയൻ്റെ അടുത്തേക്ക് പോയി. ഇതാണ് ഞാനും ഓനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂള്, ഞാനവിടെ പഠിച്ച സ്കൂൾ ഗൈസ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമ്മളെ കുറച്ച് ഫാൻസ് കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ ടാറ്റൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വലിയ കാര്യത്തിൽ നൊസ്റ്റാൾജിക് ഫീലൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് വേണം നമുക്ക് മമ്മീൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇതുണ്ട്, എന്താണ് ജ്വല്ലറി, ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു 5th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനും സെയിം താത്തയും ഫീസിയും ഹേസിയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെ പോയി. കൂടെ തന്നെ ഒരു പുതിയ ബ്രൈഡൽ എന്തൊരു സംഭവത്തിൻ്റെ നെയിം റിവീലിങ്ങും ഇനാഗ്രേഷനും ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പോന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഹോപ്പ് യു ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സജഷൻസ് കമൻസിലൂടെ പറയുക. അപ്പോൾ ടാറ്റാ.